ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടാറ്റോ കറിയാണ്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ അമർത്തി ഒന്ന് സഹായിക്കണേ. എന്നാൽ നമുക്ക് തുടങ്ങാം. ആദ്യമായി ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുക്കണം. എന്നിട്ട് കുക്കറിൽ ഇട്ട് പുഴുങ്ങാൻ വയ്ക്കണം. അതിനുശേഷം വലിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ ബോയിലായ പൊട്ടാറ്റോൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വയ്ക്കുക. പിന്നെ കടുക് വറുക്കാൻ ആവശ്യമുള്ള ചുവന്ന മുളക്, കടലപ്പരിപ്പ്, കടുക്, എണ്ണയിലോട്ട് കടുകിട്ട് പൊട്ടിയതിന് ശേഷം കടലപ്പരിപ്പിടുക. അതിനുശേഷം ചുവന്ന മുളക് പൊട്ടിച്ചിടുക. അത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവയിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഉപ്പ് എന്നിവ ചേർക്കുക. ഒരു നന്നായി ഡാർക്ക് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം തക്കാളി ഇടുക. തക്കാളി ഇട്ട് ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതുണ്ടല്ലോ, അതിനെ പൊടിയായി ഇങ്ങനെ കൈ കൊണ്ട് സ്മാഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇഷ്ടമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. അതിനുശേഷം നന്നായി മൂടി വെച്ച് ഒന്ന് നന്നായി തിളപ്പിക്കുക. തിളച്ച് കറി ഒന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ പൊട്ടാറ്റോ കറി റെഡി. പിന്നെ ഫ്രണ്ട്സ്, ഞാൻ ഈ പൊട്ടാറ്റോ കറി ഉണ്ടല്ലോ രാത്രി ഡിന്നറിനാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ കഴിക്കാനായി ഞാൻ കുറച്ച് ചപ്പാത്തിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ എന്ന് വെച്ചാൽ റൊട്ടി. ഇവിടെ ചപ്പാത്തി എല്ലാവരും റൊട്ടി എന്നാണ് പറയുക കേട്ടോ. റൊട്ടിയും പൊട്ടാറ്റോ കറിയും. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഡിന്നർ കഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ ഫ്രൂട്ട്സാണ് ഇവിടെ ഇഷ്ടം. അതുകൊണ്ട്